KS അരുൺകുമാർ, ഈ വിള്ളൽ എന്നത്, ചോർച്ച എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? അതിത്രയും ഒരു അഭിമാന പ്രശ്നമായി എടുത്തുകൊണ്ട് പലപ്പോഴും ഡിവൈഎഫ്ഐ കയ്യൂക്കിന്റെ ഭാഷ പോലും പ്രയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതിനെ വളർത്തിയത് എന്തിന്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇത്തരം സാങ്കേതികമായ ജ്ഞാനമില്ലാതെ ഒരു മന്ത്രി ഈ മേശയുടെയൊക്കെ മേളിൽ കയറി ഈ സാൻഡ് പേപ്പറൊക്കെ കൊണ്ട് ഉരച്ചു നോക്കുന്ന ഒരു അശാസ്ത്രീയ നാടകം അതെന്തിനായിരുന്നു? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇവിടെ 2 ദിവസമായി ഈ വിഷയം വളരെ സജീവമായിട്ടുള്ള ചർച്ചയാണ്. എന്താണ് ചൂരൽമല മുണ്ടക്കയിൽ സംഭവിച്ചതെന്നും എന്താണ് അതിനുശേഷം വലതുപക്ഷ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു സ്ട്രക്ചറൽ ഡാമേജ് അവിടെ ഒരു കെട്ടിടത്തിനില്ല. ആകെ 410 കെട്ടിടമാണ്. 178 കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ ഏപ്രിൽ മാസം 30-ന് മുമ്പ് തന്നെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും കൈമാറാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ള 232 വീടുകളുടെ പണിയും പുരോഗമിക്കുന്നു. അതും എത്രയും പെട്ടെന്ന് കൈമാറുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. നിർമ്മാണ വേളയിൽ സ്വാഭാവികമായും ചില ഫ്രിങ്കേജ് ക്രാക്ക് ഉണ്ടാകും. 1-2 വീടുകൾക്ക് അത്തരത്തിൽ ഫ്രിങ്കേജ് ക്രാക്കർ ഉണ്ട്. അത് കൃത്യമായി പരിശോധിച്ച് 24 മണിക്കൂർ വെള്ളം ഓരോ വീടിന്റെയും ടെറസിൽ കെട്ടിവെച്ച് പരിശോധന നടത്തും. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വെള്ളം താഴത്തേക്ക് കിണിഞ്ഞിറങ്ങുന്നതായി ബോധ്യപ്പെട്ടാൽ അത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായി സാങ്കേതിക മികവോട് കൂടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തും. ജനീഷ്, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. ഇവിടെ KS അരുൺകുമാർ പറഞ്ഞതിനുള്ള മറുപടി, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഡാമേജും അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്ത് ഡാമേജാണ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഇപ്പോ അരുൺകുമാർ പറയുന്നത് അതിന്റെ സാങ്കേതികമായ വശങ്ങളൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വിവിധ പരിശോധനകൾ നടത്തി അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ആളുകൾക്ക് കൈമാറൂ എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഉദ്ഘാടനം ആദ്യം നടത്തിയത്? ഇപ്പൊ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു, 178 വീടുകളുടെ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറി എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വലിയ രീതിയിൽ യോഗം നടത്തി വലിയ പ്രചരണം നടത്തി കൊടുത്തു. എന്നിട്ട് അവിടെ ഇപ്പോഴും അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് പോലും കയറി താമസിക്കാൻ സാധിക്കുന്നില്ല. വിഷുവിന് മുമ്പ് കൈമാറും താമസിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. വിഷു കഴിഞ്ഞു, ഇപ്പോൾ മഴയ്ക്ക് മുമ്പ് സാധിക്കുമെന്ന് പറഞ്ഞു. വേനൽ മഴ പെയ്തപ്പോഴേക്കും 3 വീടുകളിൽ ഇതുപോലെ ലീക്കേജ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. മന്ത്രി അവിടെ വന്നു. മന്ത്രി ഒരു മേശ വലിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് ഉറയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ വീടിന്റെ നറുക്കെടുപ്പിലൂടെ ലഭിച്ച ഗുണഭോക്താവ് എന്ന നിലയ്ക്ക് ഈ ആശങ്ക ജനങ്ങളോട് പങ്കുവെച്ച ഒരാളെന്ന നിലയ്ക്ക് നൗഫൽ അവിടെ നിൽക്കുമ്പോൾ മന്ത്രിക്ക് ഏറ്റവും ചുരുങ്ങി നൗഫലിനോടെങ്കിലും സംസാരിക്കാനുള്ള ബാധ്യതയില്ലേ? അതിന് പകരം അദ്ദേഹം അവിടെ CPM ജില്ലാ സെക്രട്ടറിയോട് സംസാരിക്കണം. എനിക്ക് സംശയമൊന്നുമില്ല, ഇത് ലീക്കല്ല എന്ന് പറഞ്ഞ് അവിടെ ഉരച്ചു നോക്കുന്നു, ഇതിന് ഇറങ്ങുന്നു, എങ്ങനെ പോകുന്നു. ഇന്ന് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി അവിടെ പോകുന്ന, അല്ലെങ്കിൽ പ്രസിഡന്റ് അവിടെ പോകുന്ന കാഴ്ചയും കണ്ടു. അദ്ദേഹം ചോദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകനായ നൗഫലോട് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? പിന്നെ എന്തിനാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് കയറി ഈ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് പരിശോധിക്കുന്നത്? ഇദ്ദേഹം ഇതിന്റെ എഞ്ചിനീയറോ പരിശോധന നടത്തേണ്ടതാണെന്നല്ലോ. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ജനീഷ്, വസീഫ പറഞ്ഞത് ദുരന്തബാധിതർക്കും രാഷ്ട്രീയമുണ്ട്. ദുരന്തബാധിതരാണ്, ആ പരിഗണനയുണ്ട്. പക്ഷേ ദുരന്ത മുഖത്ത് രാഷ്ട്രീയം പറഞ്ഞത് ഈ ഗവൺമെന്റും ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള CPM മാത്രമാണ്. അവിടെ ആ ഭവനം കൈമാറുന്ന ഘട്ടത്തിൽ അവിടെ സ്ഥലം MLA കൂവി ആക്ഷേപിക്കുന്ന അടക്കമുള്ള പ്രവൃത്തികളൊക്കെ നടത്തിയതും രാഷ്ട്രീയമായി ഈ ദുരന്തത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗിച്ചതും ഈ തെരഞ്ഞെടുപ്പിനകത്ത് പോലും വലിയ രീതിയിൽ പ്രചരണവും PR നടത്തിയതും ഈ സർക്കാരാണ്. നിങ്ങൾ ഇന്നും രാവിലെയും ഇന്ന് വൈകുന്നേരം വരെയുള്ള സമയത്തിനിടയിൽ നൗഫലിനെ നടത്തിയിട്ടുള്ള ആക്ഷേപം ആലോചിച്ച് നോക്കണം. ഈ അരുൺകുമാർ ചർച്ച ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഇവരുടെ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒക്കെ എത്ര ഹീനമായ ഭാഷയിലാണ് ഒരു ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് കടന്നു നിൽക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ, സ്വന്തം കുടുംബത്തെ 16ഓളം ആളുകളെ നഷ്ടപ്പെട്ടു പോയ ഒരാൾ, അയാൾ വർഷങ്ങളോളം പണിയെടുത്തുണ്ടാക്കിയ വീട് വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോയപ്പോൾ പകരം കിട്ടുന്ന വീട്ടിലും വെള്ളം കിണിക്കുന്ന കാണുമ്പോൾ ഒരു ആശങ്ക പങ്കുവെക്കുമ്പോൾ അയാൾ ഈ തരത്തിലാണ് ആക്ഷേപിക്കേണ്ടത്? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ളതാണ് CPM പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ആരെങ്കിലും ഔദാര്യമാണോ? ഒരു പൗരനെന്ന നിലയ്ക്ക് സർക്കാർ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തീർക്കേണ്ട ഭരണഘടനാമായ ഒരു ബാധ്യതയും കൂടി ഉത്തരവാദിത്തം കൂടിയല്ലേ അവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുക, പുനരധിവാസം സാധ്യമാക്കുക എന്നുള്ളത്. അപ്പൊ അത് ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നൗഫൽ ഒരു ആശങ്ക പങ്കുവെക്കുമ്പോൾ ഈ CPM ആരാണ് അധികാരം കൊടുത്തത്? അയാൾ ആക്ഷേപിക്കാനും അയാൾ അധിക്ഷേപിക്കാനും ഇറങ്ങി പോകാനും പറയാനും ഈ അരുൺകുമാർ അതിനടക്കമുള്ള മറുപടി ചർച്ച ചെയ്ത് പറയണമെന്നാണ് സൂചിപ്പിക്കാനുണ്ടോ? ഗവൺമെന്റ് വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വീടുകൾ നിർമ്മിക്കും. ഗവൺമെന്റ് വീട് കൈമാറുന്നതിന് മുമ്പേ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീടുകൾ പൂർത്തീകരിക്കും എന്നാണ്. കോൺഗ്രസ് ഇട്ട ഒരു കല്ലിന്റെ മേൽ മറ്റൊരു കല്ല് വെക്കാൻ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞോ എന്ന് ആദ്യം അദ്ദേഹം വ്യക്തമാക്കണം. നിങ്ങൾ ആപ്പ് വെച്ച് പിരിവ് തുടങ്ങിയിട്ട് ഇന്ന് 500 ദിവസം പൂർത്തീകരിച്ചിരിക്കുന്നു. നിങ്ങൾ കല്ലിട്ടിട്ട് 51 ദിവസം പൂർത്തീകരിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ഒരു ബിൽഡിംഗ് പെർമിറ്റ് പോലും നിങ്ങൾക്ക് ഭവന സമുച്ചയത്തിന് വേണ്ടി വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഇട്ട കല്ല് പോലും കാണാനില്ല എന്നതാണ് അവിടെ പോയി ഇന്ന് സംപ്രേഷണം ചെയ്ത മാധ്യമ പ്രവർത്തകർ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാം, നിങ്ങളുടെ ജോലി അതാണ്, നിങ്ങൾ അത് തന്നെ തുടരുക.
ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു തരത്തിലുള്ള സ്ട്രക്ചറൽ ഡാമേജും ഇവിടുത്തെ കെട്ടിട സമുച്ചയത്തിന് ഇല്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഊരാങ്കൽ സൊസൈറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഓരോ വീടും വിശദമായി പരിശോധിച്ച് 24 മണിക്കൂർ പോണ്ടിംഗ് ടെസ്റ്റ് അടക്കം നടത്തി ഏതെങ്കിലും തരത്തിൽ വെള്ളം കിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കും. രണ്ടാം ഘട്ടത്തിൽ ഇതിന്റെ വിദഗ്ധ കൺസൾട്ടന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന കിഫ്കോൺ അതിന്റെ ഇൻസ്പെക്ഷൻ പൂർത്തീകരിക്കും. വിദഗ്ധമായിട്ടുള്ള പരിശോധന ഏതെങ്കിലും കെട്ടിടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. മൂന്നാം ഘട്ടത്തിൽ ഇരു സ്ഥാപനങ്ങളുടെയും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും അതുപോലെ തന്നെ കിഫ്കോണിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും സംയുക്തമായിട്ടുള്ള പരിശോധന നടത്തും. ആ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ലഘുവായ ഏതെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അവ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തുക. നാലാം ഘട്ടത്തിൽ ഓരോ ഗുണഭോക്താവിനും ഇത് പരിശോധിക്കാനുള്ള അധികാരം കൊടുക്കും, ചുമതല കൊടുക്കും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കും. ഓരോ ഉദ്യോഗസ്ഥ പരിശോധനയ്ക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ഗുണഭോക്താക്കൾ നടത്തുന്ന പരിശോധനയോ ഏതെങ്കിലും തരത്തിലുള്ള ചൂണ്ടിക്കാണിക്കലോ ഉണ്ടെങ്കിൽ അവ കൂടി പരിഹരിക്കും. ഇത്തരത്തിൽ വീട് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് എല്ലാ സിവിൽ വർക്കുകൾക്കും ഉത്തരവാദിത്വം ഇത് നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്കുണ്ട്. 5 വർഷത്തേക്ക് എല്ലാ തരത്തിലുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫിറ്റിംഗുകൾക്ക് 3 വർഷത്തേക്കുള്ള ഗ്യാരണ്ടി ഉത്തരവാദിത്വം ഇതിന്റെ നിർമ്മാതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ട്, പരാതി ഉണ്ടെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ പരിഹരിക്കാനുള്ള ഒരു തരത്തിലുള്ള കുറ്റമറ്റ സംവിധാനത്തോടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഉയർത്തിയിരിക്കുന്ന ആരോപണം ഏറ്റവും സാധാരണക്കാരായ ഇതിന്റെ ഗുണഭോക്താക്കളെ ആശങ്കയിലേക്ക് തള്ളിവിടാനാണ്. 50ഓളം കോൺഗ്രസിന്റെ വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് 15 ലക്ഷം രൂപയും വാങ്ങി കാത്തിരുന്നവർ അവർ അടക്കം ഇപ്പോ ഈ ടൗൺഷിപ്പിൽ വീട് വേണം എന്ന് പറഞ്ഞ് കളക്ടറെ കാണുന്ന ഈ സാഹചര്യത്തിൽ ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ആരോപണമാണ് കോൺഗ്രസും ചില മാധ്യമങ്ങളും ഉയർത്തുന്നത്. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അതുപോലെ ആപ്പ് മുക്കി കോടികൾ മുക്കിയവരല്ല ഞങ്ങൾ. ഇതുവരെ ഇട്ട കല്ലിന്റെ മേൽ ഒരു കല്ല് വയ്ക്കാത്തവരല്ല ഞങ്ങൾ. ഇപ്പോഴും പറഞ്ഞ വാക്കു പാലിക്കാതെ ഈ ഭരണപക്ഷത്തെയും ഗവൺമെന്റിനെയും ആക്രമിക്കുന്ന തൊഴിലാക്കി നടക്കുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് ആരുമായിട്ടും സംസാരിക്കും, ഏത് പ്രശ്നങ്ങളിലും ഇടപെടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അരുൺകുമാറോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ വാങ്ങിയ സ്ഥലത്ത് ഒരു ഭവനത്തിന് വേണ്ടി പോലും പെർമിഷൻ പോലും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലേക്ക് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പ്രസിഡന്റ് തന്നെ ജോസഫ് പെർമിഷൻ എടുത്തതുമായി ബന്ധപ്പെട്ട് മോഡൽ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള പെർമിഷനാണ്. പിന്നെ പറഞ്ഞു, ഞങ്ങള് പ്രേരിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് കുറച്ച് ആളുകൾ ഭവനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് സർക്കാരിൽ നഷ്ടപരിഹാരം വാങ്ങിപ്പോയത്. അവരെ ഞങ്ങൾ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു ആളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്താൻ അവർക്ക് ഇതൊരു സാഹചര്യം ഉണ്ട്? ആരോടെങ്കിലും ഞങ്ങൾ അത്തരത്തിൽ പിന്മാറാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അന്നുണ്ടായിരുന്ന പല ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നിന്നും സർക്കാർ പിന്നോട്ട് പല ഘട്ടങ്ങളായിട്ട് പിന്നോട്ട് പോയി. സർക്കാർ തന്നെ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് മാറി. അങ്ങനെയാണല്ലോ ഇപ്പോഴുള്ള ഘട്ടത്തിലേക്ക് എത്തിയത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ കൊടുത്തപ്പോൾ ഏതെങ്കിലും മറ്റ് നിർമ്മാണ കമ്പനികൾ ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ നിർമ്മാണം നടത്താൻ തയ്യാറുണ്ടോ എന്ന് സർക്കാർ എവിടെയെങ്കിലും ചോദിച്ചു? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എങ്ങനെയാണ് ഈ കരാർ കൊടുത്തത്? എങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചത്? എങ്ങനെയാണ് ഇതിന്റെ എക്സ്പെൻസ് തീരുമാനിച്ചത്? ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ എന്തെങ്കിലും സുതാര്യത ഉണ്ടാക്കി? ഒരക്ഷരം പോലും തെറ്റിയില്ല. പക്ഷേ ഇന്നലെ വരെയുള്ള നിമിഷങ്ങൾ വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ ഭവന നിർമ്മാണ പദ്ധതി എതിർത്തുകൊണ്ട് കടന്നു വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇതിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞില്ല. കാരണം അവിടെ ദുരന്തബാധിതരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഭവനങ്ങളാണ്. അവർ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി കാത്തിരിക്കുകയാണ്. അത് സർക്കാർ കൊടുക്കുമ്പോൾ അത് കോൺഗ്രസിന്റേതും CPM-ന്റേതും CPI-യുടേതും BJP-യുടേതും രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനുമായ മുഴുവൻ പൗരന്മാരുടെയും പ്രതിനിധാനം ചെയ്തിട്ടാണ് സർക്കാർ അത് കൊടുക്കുന്നതും. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അതല്ലാതെ CPM-ന്റെ പാർട്ടി ഓഫീസ് വിറ്റ കാശ് കൊണ്ടുവന്നിട്ടാണോ ഇവിടെ ഭവന നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞങ്ങൾ കൂലിപ്പണി എടുത്തു, ഞങ്ങൾ ആക്രി പെറുക്കുന്നൊക്കെ പറഞ്ഞ് അരുൺകുമാർ വല്ലാതെ വൈകാരികമായല്ലോ. ആ പണം ഏതാ? ആ പണം DYFI കൈമാറി എന്ന് പറയുന്ന പണമല്ലേ? ആ പണം CMDRF-ലേക്കാണോ കൈമാറിയത്? അതല്ല ആ പണം പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫീസിലേക്കാണോ കൈമാറിയത്? അപ്പോൾ CMDRF-ലേക്കാണ് കൈമാറിയതെങ്കിൽ ആ പണം ലഭിച്ചുവെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഘട്ടത്തിൽ അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷക്കാലം പിന്നെയും ആ പണം കൈവശം വെച്ചിട്ടല്ലേ കോൺഗ്രസിന്റെ പണം എവിടെ, യൂത്ത് കോൺഗ്രസിന്റെ പണം എവിടെ എന്നിവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. കഷ്ടം. ഇനി 300 കോടി രൂപയ്ക്കാണ് ഈ നിർമ്മാണത്തിന്റെ കരാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫീസിലേക്ക് വീണ്ടും കാനറ ബാങ്കിന്റെ അങ്കമാലി അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി DYFI വീണ്ടും പണം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ 300 കോടിക്ക് സർക്കാരിൽ നിന്ന് CMDRF-ലാണോ കൈമാറുന്നത്? ഈ 20 കോടി അവിടെ കുറയുമോ? 410 വീടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 378 വീടാണ് അവിടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീടുകളുടെ നിർമ്മാണത്തിന്റെ കോസ്റ്റ് അവിടെ കുറയുമോ? ഇതിനൊക്കെ സംബന്ധിച്ച് ഒരു കണക്കുണ്ടോ? ഒരു വ്യക്തതയുണ്ടോ? എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആരെങ്കിലും ഇതിനെപ്പറ്റി ചോദിച്ചാൽ ഉടനെ കുറേ സൈബർ സഖാക്കളും വെട്ടുകിളി കൂട്ടങ്ങൾ തുടങ്ങി അവരെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുക, അസഭ്യം പറയുക, നിരന്തരമായി ആക്ഷേപിക്കുക. നോക്കുക, ആ ദുരന്തബാധിതനെ പോലും ഇന്നലെയും ഇന്നുമായി എത്ര ഹീനമായ രീതിയിലാണ് ഈ അരുൺകുമാറിന്റെ പാർട്ടി ആക്ഷേപിച്ചത്. ഇവരാരാണ്? ഇവർക്ക് എന്ത് അവകാശമാണ് ഇങ്ങനെ ആക്ഷേപിക്കാനുള്ളത്? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? CPM എന്താ വല്ല കൊമ്പുണ്ടോ? അവർക്കെതിരെ പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ അവർ ഇത്തരത്തിൽ ആക്ഷേപിക്കാനായിട്ട് സ്ഥാനത്തൊക്കെ 2 കിട്ടുമ്പോൾ മാറിക്കോളും.